കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ സമരം അക്രമത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത് മതമൗലികവാദ സംഘടനകൾ. സമരം അക്രമാസക്തമായതിനു പിന്നിൽ SDPI ആണെന്ന് സൂചന. ചൊവ്വാഴ്ച നടന്ന സമരത്തിൽ ഫാക്ടറിയും നിരവധി വാഹനങ്ങളും കത്തിച്ചിരുന്നു. കൂടാതെ റൂറൽ SPക്ക് അടക്കം 25ഓളം പോലീസുകാർക്കും അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. പരിസരത്ത് പോലീസ് പരിശോധന ഊർജിതമായി തുടരുകയാണ്. ഇതിനിടയിൽ സ്ഥാപന ജീവനക്കാരന്റെ പരാതിയിൽ സമരസമിതി പ്രവർത്തകരായ 28 പേരെ കൂടി പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് നേരെ നടന്ന സംഘർഷത്തിൽ ജീവനക്കാരന്റെ പരാതിയിൽ വീണ്ടും 28 പേരെ കൂടി പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. കമ്പിവടികളും മാരകായുധങ്ങളും ഉപയോഗിച്ച് ജീവനക്കാരനെ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് FIR. ഫ്രഷ് കട്ട് സമരത്തിൽ 6 FIR രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ പ്രതിപ്പട്ടികയിൽ ഉള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് താമരശ്ശേരി പോലീസ്. പ്രദേശത്തെ വീടുകളിൽ പ്രതികളെ തിരഞ്ഞുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി വ്യാപകമായ റെയ്ഡും കഴിഞ്ഞ ദിവസം രാത്രി ഉൾപ്പെടെ നടന്നിരുന്നു. 300-ലധികം പേരാണ് നിലവിൽ പ്രതിപ്പട്ടികയിലുള്ളത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് ശേഖരിച്ച മറ്റു ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സംഭവത്തിൽ ഫോറൻസിക് സംഘവും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും പ്രദേശത്ത് പരിശോധന നടത്തി. അതേസമയം സമരത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായതായും SDPI പ്രവർത്തകർ നുഴഞ്ഞുകയറി ആക്രമണം നടത്തിയെന്നുമാണ് CPMന്റെ പ്രധാന ആരോപണം. ഇതിനിടെ ജനകീയ സമരത്തിന് UDF പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. സമരക്കാർക്കൊപ്പമാണ് UDF എന്ന് നേതാക്കൾ വ്യക്തമാക്കി. അതോടൊപ്പം ഫ്രഷ് കട്ട് സമരത്തിലെ സംഘർഷത്തിൽ പോലീസിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ വാദം. ജനം, കോഴിക്കോട്.